ദ 3 L's ഓഫ് എംപവർമെന്റ് ഒന്നാമത്തെ ചാപ്റ്ററാണ്. സർ, ഒന്നാമത്തെ ചാപ്റ്ററിന് എന്തൊക്കെയാണ് നമ്മളോട് ചോദിക്കാം? ഒന്നാമത്തെ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്പീച്ച്. ഒന്നാമത്തെ ചാപ്റ്ററിന് ഒരു സ്പീച്ചാണ് അവിടെ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും സ്പീച്ചാണ്. അപ്പോൾ 3 L's ഓഫ് എംപവർമെന്റിൽ 3 L'കളാണ് നമ്മൾ പഠിക്കുന്നത്. 1 ലേണിംഗ്, 2 ലേബർ, 3 ലീഡർഷിപ്പ്. ഈ 3 കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും നമുക്ക് സ്പീച്ച് ചോദിക്കാം. സ്പീച്ചിന് 1 ചായ മാറ്റിയാൽ നമുക്ക് എസ്സേ ആക്കാം, 1 ചായ മാറ്റിയാൽ റൈറ്റപ്പ് ആക്കാം, അങ്ങനെ പലതും ആക്കാം. ഒരു സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. The literary club of your school is celebrating International Women's Day. Prepare the script for a speech on educating the girl child to be delivered on the occasion. എല്ലാ സ്പീച്ചും സ്കൂൾ അസംബ്ലിയിലായിരിക്കും മിക്കവാറും. ഏതെങ്കിലും ഒരു ക്ലബ്ബ്, ആ ക്ലബ്ബ്, ഈ ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് സ്കൂളിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അവിടുത്തെ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ ഒരു സ്പീച്ചാക്കി എടുക്കുന്നത് കാണിച്ചു തരാം. 1, നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ആളുകളെ നമ്മൾ അഭിസംബോധന ചെയ്യണം, ഓർ ഗ്രീറ്റ് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ. ഗുഡ് മോർണിംഗ് ടു എവ്രി വൺ. ഗ്രീറ്റ് ചെയ്തു, അഡ്രസ്സ് ചെയ്തു. ഇനി നമ്മൾ വല്ല കവലപ്രസംഗം പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ, വീട്ടുകാരെ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്നൊക്കെയല്ല നമ്മൾ പറയാം. പക്ഷെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് പ്രിൻസിപ്പളും ടീച്ചേഴ്സും അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പറയാം. ഇനി ഇത് നമ്മൾ കൊടുത്തു, ഗ്രീറ്റിങ്സ് കൊടുത്തു പ്ലസ് അവിടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്തു. ഓക്കെ, അവിടെ 4 ആൾ ഇരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് അവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നുള്ളത് അങ്ങോട്ട് പറയാം. Today, as we celebrate International Women's Day, I stand before you to speak on a topic that is the foundation of all progress, educating the girl child. ഇത്രയും ഘനഗംഭീരമായി പറയണോ? വേണമെന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ഡാഷ് ടോപ്പിക് എന്ന് പറഞ്ഞാലും നിങ്ങൾ ആരും ചോദ്യം ചെയ്യില്ല, നിങ്ങളുടെ മാർക്ക് ആരും കളയില്ല. ഇവിടെ ടോപ്പിക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേറ്റിംഗ് ദ ഗേൾ ചൈൽഡ് എന്നുള്ളതാണ് അവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിനെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു, ഗ്രീറ്റിങ്സും അഡ്രസ്സും കൊടുത്തു. ഈ ഒരു പാരഗ്രാഫിന് പറയുന്ന പേരാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്ത് വിഷയമാണെന്നും പറഞ്ഞു. നമുക്ക് സന്തോഷമുണ്ട്, പ്രിൻസിപ്പളെ, ടീച്ചേഴ്സെ, കുട്ടികളെ എല്ലാവരെയും നമ്മൾ അഭിസംബോധന ചെയ്തു. ഇനി നമ്മൾ ആ പറഞ്ഞ വിഷയത്തിൻ്റെ മോർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പോകുന്നത്. എന്താ പറയാം? We often hear that women are the pillars of society. But how can a pillar be strong if it is not built on a solid foundation? The foundation is education. സ്ത്രീകളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പില്ലേഴ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ ആ പില്ലേഴ്സിന് എന്ത് ഫൗണ്ടേഷനാണുള്ളത്? ആ പില്ലേഴ്സ് എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും അതിന് ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷനാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ദ മോസ്റ്റ് ഫൗണ്ടേഷണൽ റൂൾ ഈസ് ടു ഗിവ് എഡ്യൂക്കേഷൻ. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ എഴുത്തുകാരിയുടെ അമ്മച്ചീനെ ഓർമ്മയില്ലേ? ക്രിസ്റ്റീൻ ലഗാർഡ് ഫേമസ്ലി കോളിംഗ് ലേണിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എംപവർമെന്റ്. Education is not just about getting a degree, it is about breaking the shackles of exclusion. എന്താ പറയുന്നത്? അമ്മച്ചി പറഞ്ഞ കാര്യം തന്നെയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ ഒരു ഡിഗ്രി കിട്ടുക എന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾ +2 പാസ്സാവുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ ഉദ്ദേശം. ഇറ്റ് ഈസ് ആക്ച്വലി ബ്രേക്കിംഗ് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഷാക്കിൾസ്, ചങ്ങലക്കെട്ടുകൾ, അത് ബ്രേക്ക് ചെയ്യലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? നമ്മുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിൽ മാറ്റി നിർത്തുന്നവരോട് നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചങ്ങലക്കെട്ടുകളെ നമുക്ക് പിഴുതെറിയാൻ പറ്റും. ഇറ്റ് ഗിവ്സ് എ ഗേൾ ദ കറേജ് ടു സ്പീക്ക് അപ്പ്, ദ സ്കിൽ ടു വർക്ക് ആൻഡ് ദ വിസ്ഡം ടു ലീഡ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പീക്കപ്പ് ചെയ്യാനും, അതിനു വേണ്ടിയിട്ട് നിലനിൽക്കാനും, അതുപോലെ ജോലി ചെയ്യാനും, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിനൊക്കെ ലീഡ് ചെയ്യാനുള്ള ബുദ്ധി, വിവേകം, വിസ്ഡം കിട്ടുന്നതും എവിടെ നിന്നാണ്? ഇതുപോലെ എഡ്യൂക്കേഷനിൽ നിന്നാണ്. ഇമാജിൻ എ വേൾഡ് വെർ എവറി ഗേൾ ഗോസ് ടു സ്കൂൾ. ഷീ ഗ്രോസ് അപ്പ് ടു ബി എ ഹെൽത്തി മദർ, എ പ്രൊഡക്റ്റീവ് വർക്കർ ആൻഡ് പെർഹാപ്സ് എ വിഷണറി ലീഡർ. നിങ്ങളൊരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾക്ക് സ്കൂളിലേക്ക് അയക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഹെൽത്തി മദറിനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു പ്രൊഡക്റ്റീവ് ആയുള്ള ഒരു വർക്കറെയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ വിഷണറി ലീഡറാണ്. ഒരു സ്ഥാപനത്തിനെ, ഒരു ഓർഗനൈസേഷനൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുന്ന വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറെയാണ് നമ്മൾ ഉയർത്തുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അവസാന ഭാഗത്തിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുതിയതായിട്ടൊന്നും പറയണ്ട, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നൈസായിട്ട് പറയാം. വെൻ യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു ഡു നോട്ട് ജസ്റ്റ് ഹെൽപ്പ് വൺ പേഴ്സൺ, യു ഹെൽപ്പ് ആൻ എൻറ്റയർ വില്ലേജ്. ഇത് നമ്മുടെ അതിലുള്ളതാണ്. നമ്മുടെ ആഫ്രിക്കൻ അഡേജിൽ പറയുന്നതാണ്. ആഫ്രിക്കൻ അഡേജ് എന്ന് വെച്ചാൽ ആഫ്രിക്കൻ പഴഞ്ചൊല്ല്.
എന്താ പറയണതിൽ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ മാൻ, ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ ഗേൾ യു ആർ എഡ്യൂക്കേറ്റിംഗ് ആൻ എൻറ്റയർ വില്ലേജ് എന്നവിടെ പറയുന്നുണ്ട്. അതൊന്ന് പാരഫ്രൈസ് ചെയ്താണ് ഇവിടെ. ഇനി അവസാനം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹൗ എവർ ഇൻ മെനി പ്ലേസസ് ഗേൾസ് ആർ സ്റ്റിൽ ഡിനൈഡ് ദ ബേസിക് റൈറ്റ്. ഇറ്റ് ഈസ് ടൈം വി ചേഞ്ച് ദിസ് മൈൻഡ് സെറ്റ്. ലെറ്റ് us promise to support the education of every girl child around us. Let us help them dare the difference. നമുക്ക് ലോകത്തിലെമ്പാടും ഇതുപോലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് നമുക്ക് തന്നെ പരസ്പരം പ്രോമിസ് ചെയ്യാം. ഡെയർ ദ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇത്തരം ഒരുപാട് സമൂഹത്തിൻ്റെ ഒരുപാട് ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാം, ഡെയർ ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് താങ്ക് യു എന്ന് പറയാം. ആണെന്നെങ്കിൽ ജയ് ഹിന്ദ് എന്നോ ജയ് ജവാൻ ജയ് കിസാൻ അതൊന്നും പറയണ്ട കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. താങ്ക് യു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ മതി, മാക്സിമം അത്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. അവസാനം നമ്മളൊന്ന് എൻഡ് ചെയ്യുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇത്രയുള്ളൊരു സ്പീച്ച് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.